അനുഗ്രഹീതരായ വൈദിക സഹോദരങ്ങളെ, സഹോദരന്മാരെ, 2 ദിവസം മുമ്പ് നമ്മൾ പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. നാളെ സമുദ്രദിനം എന്ന പേരിൽ നമ്മൾ ആചരിക്കുന്നു. പരിസ്ഥിതി, സമുദ്രദിനം, ഭൗമദിനം, ഇങ്ങനെയൊക്കെ ലോകത്തിലുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ ദേശഭേദമന്യേ ദിവസങ്ങൾ നീക്കിവെച്ച് അതിനെപ്പറ്റി ചിന്തിക്കുകയും കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സമുദ്രം ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായതൊന്നുമല്ല, ഭൂമിയും അടുത്ത ദിവസങ്ങളൊന്നും ഉണ്ടായതല്ല. അങ്ങനെയാണ്, ആദ്യം മുതൽ തന്നെ അങ്ങനെയാണെന്ന് പറയാം. പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു ദിവസം നമ്മൾ നീക്കി വെക്കുന്നത് ഒരുപക്ഷെ നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എന്ന് പറയാറുള്ളത്, നമ്മളൊരിക്കലും വിലമതിക്കാതെ പോകുന്നവയെ നമ്മുടെ ശ്രദ്ധ അവിടെ കൊണ്ടുവന്ന് അവയുടെ പ്രാധാന്യം മനസ്സിലാക്കുവാനായിട്ട്, അവ എന്തുമാത്രം നമ്മുടെ അനുദിന ജീവിതത്തിന്, നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ദിനങ്ങളാണത്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ്റെ 2 ഭാഗം നൽകുന്നത് സമുദ്രമാണെന്ന് തിരിച്ചറിയുമ്പോഴാകും നമുക്ക് സമുദ്രത്തോട് ഒരു പ്രത്യേക ആദരവ് ഉണ്ടാകുക. അതിൻ്റെ ആവാസ വ്യവസ്ഥ, അത് ഉൾക്കൊള്ളുന്ന, പ്രതിദാനം ചെയ്യുന്ന നിഗൂഢ ജീവ ശൃംഖലകളെ പറ്റിയൊക്കെ അവബോധമുണ്ടാകുകയും അതിൻ്റെ സംരക്ഷകരും ഉത്തരവാദിത്വമുള്ളവരുമാണ് നാം എന്നൊക്കെയുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുക. അതുതന്നെയാണ് പരിസ്ഥിതി ദിനത്തോട് നമുക്കുണ്ടായത്. ഭൂമിയെ പരിരക്ഷിക്കണം, പരിസ്ഥിതിയെ നമുക്ക് മലിനപ്പെടുത്താൻ പാടില്ല. അവ നമ്മുടെ ശ്വാസകോശം പോലെ നമ്മുടെ ശരീരത്തിന് പുറത്തുള്ള ശ്വാസകോശമാണ് പരിസ്ഥിതി, അവ പരിരക്ഷിക്കപ്പെടണമെന്നൊക്കെയുള്ള തിരിച്ചറിവിൽ നാം ആയിരിക്കുന്നത്. ഞാനിത് മുഖവരയായിട്ട് പറയുന്നത്, ഇന്ന് നമ്മൾ ഏറ്റവും മനോഹരമായ ഒരു തിരുനാളാണ്. ഒരുപക്ഷെ വളരെ കുറച്ച് സമയം മാത്രമേ നമ്മളതിനായി ധ്യാനത്തിനായിട്ട് മാറ്റിവെച്ചിട്ടുണ്ടാവുക. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാവുന്ന ദൈവിക രഹസ്യം, അതിനെപ്പറ്റി നമ്മൾ ഈ ഞായറാഴ്ച പ്രത്യേക ആരാധന വിഷയമായി നീക്കിവെച്ചുകൊണ്ട് ആഘോഷിക്കുന്നു. യേശുവിൻ്റെ തിരുവുത്ഥാനം ലോകത്തിന് നൽകുന്ന സമ്പൂർണമായ വെളിപ്പെടുത്തലാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമെന്ന ദൈവീക രഹസ്യമാണ് നമ്മുടെ ആരാധന വിഷയമെന്നത്. എല്ലാ ദിവസവും എത്രയോ തവണ നാം ഈ 3 നാമവും ഉച്ചരിക്കുന്നു. നാം പ്രഭാതം ഉണരുമ്പോൾ നമ്മുടെ മേൽ കുരിശ് വരച്ചുകൊണ്ട് ഈ പവിത്രനാമം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാം ഉച്ചരിക്കുന്നു. ദിവസത്തിൽ പലതവണ നാം അത് നിർവഹിക്കുന്നു. നമ്മുടെ ആരാധനകൾ സമാരംഭിക്കുന്നതും സമാപിക്കുന്നതും ഈ നാമത്തിലാണ്. ദിവസത്തിൻ്റെ ഒടുവിൽ നമ്മെ തന്നെ നമ്മൾ ആശീർവദിച്ചുകൊണ്ട് നാം ഉറക്കത്തിലേക്ക് വീഴുമ്പോഴും ഈ തിരുനാമം നമ്മുടെ മേൽ നമ്മൾ അഭിഷേകം ചെയ്യുന്നു. അങ്ങനെ ഒരു ദിവസത്തിൽ എത്ര തവണ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പേര് നാം ഉച്ചരിക്കുന്നുണ്ട്. ആ രഹസ്യത്തിലേക്ക് ധ്യാനിക്കുവാനായിട്ടാണ് ഈ തിരുനാൾ നമ്മെ ക്ഷണിക്കുന്നത്. ഒരു യാത്രയ്ക്ക് പുറപ്പെടുന്നവർ വാഹനയാത്രയാണെങ്കിൽ ബെൻസീൻ അടിക്കാൻ മറക്കാറില്ല. ഗ്യാസ് നമുക്ക്, അല്ലെങ്കിൽ പെട്രോള് നമ്മുടെ വാഹനത്തിൽ വേണം. നമുക്കറിയാം ഈ പെട്രോൾ അവിടെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മുടെ യാത്ര അത് തീരുന്നിടത്ത് തീരുമെന്ന്. പക്ഷേ എപ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഓർത്തുകൊണ്ടിരിക്കുന്നത് പെട്രോളിനെ പറ്റിയാകണമെന്നില്ല. ഇതുപോലെയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഈ ദിവ്യരഹസ്യം. ഇതില്ലെങ്കിൽ നമുക്ക് അസ്തിത്വമില്ല. നാം ആയിരിക്കുന്നത്, ചരിക്കുന്നത്, ജീവിക്കുന്നത് ഈ ദൈവിക രഹസ്യത്തിലാണ്. ആ നിഗൂഢതയെപ്പറ്റി ഈശോ നമുക്ക് വെളിപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കാത്ത ഈ നിഗൂഢതയെപ്പറ്റിയാണ് നാം ആ കൃപയുടെ മുമ്പിലാണ് വന്ന് നിൽക്കുന്നത്. മോസസ് ഇന്നത്തെ ആദ്യത്തെ വായനയിൽ ദൈവം സ്വയം വെളിപ്പെടുത്തുന്ന കൃപയുടെ ദൈവം, ക്ഷമയുടെ ദൈവം, അത്യുദാരൻ, കാരുണ്യവാൻ, ആ ദൈവത്തിൻ്റെ മുമ്പിൽ
വണങ്ങി ആരാധിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥനയാണ് സമർപ്പിച്ചത്. ഞങ്ങൾ ദുശാഠ്യക്കാരാണ്. ഞങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ട് ഈ ദിവ്യ രഹസ്യത്തെ നിന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ക്ഷമിച്ച് നീ ഞങ്ങളോടൊപ്പം വരണം. പുറപ്പാട് പുസ്തകം 32, 33, 34 അധ്യായങ്ങൾ ഇസ്രായേലിൻ്റെ വിമോചന ചരിത്രത്തിലെ ഒരു കറുത്ത ഏടെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ദൈവത്തിൻ്റെ വിമോചനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെ മുമ്പിൽ എപ്പോഴും അവർ വിശ്വസ്തരായിരുന്നില്ല. പലതവണ അവർ മറുതലിച്ചിട്ടുണ്ട്. പക്ഷേ ആ മറുതലിച്ചതിൻ്റെ മൂർധന്യം ദൈവത്തിൻ്റെ വിശുദ്ധ മലയിൽ അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചു എന്നത്. ആ തീവ്രമായ അവിശ്വസ്തതയുടെ സമാപനത്തിൽ അവരുടെ അസ്തിത്വം മരുഭൂമിയിൽ അസ്തമിക്കുന്ന ആ മുഹൂർത്തത്തിൽ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിയുവാനായിട്ട് ഇസ്രായേലിൻ്റെ നേതാവായ മോസസിന് കഴിഞ്ഞു. ആ നിലവിളിക്കുള്ള ദൈവത്തിൻ്റെ ഉത്തരമാണ്, ഞാൻ നിൻ്റെ മുമ്പിൽ വന്നു നിൽക്കാം, ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്താം. അങ്ങനെ ആ നിലവിളിക്ക് ദൈവം കൊടുത്ത ഉത്തരമാണ് ദൈവം തന്നെ വെളിപ്പെടുത്തിയ അത്യുദാരൻ, കരുണയിൽ സമർത്ഥൻ, പാപങ്ങൾ പോക്കുന്നവൻ. ആ ദൈവത്തെ കൂടെ വിളിച്ചുകൊണ്ടാണ് പിന്നെ ഇസ്രായേലിൻ്റെ യാത്ര മുഴുവൻ. ഇങ്ങനെ ഈ പാപങ്ങൾ പോക്കുന്ന അത്യുദാരനായ ഈ ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ആവിഷ്കാരം, വെളിപ്പെടുത്തൽ, അതാണ് ക്രിസ്തുവിൻ്റെ ദിവ്യരഹസ്യത്തിൽ, അവിടുത്തെ മനുഷ്യാവതാരത്തിലൂടെ, അവിടുത്തെ രക്ഷാകരമായ പെസഹ രഹസ്യത്തിലൂടെ, ആ പെസഹ രഹസ്യത്തിൻ്റെ വിജയം കൊണ്ടാടുന്ന തിരുവുത്ഥാനത്തിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തപ്പെട്ടത്. അതുകൊണ്ട് ഇന്നത്തെ കർത്താവിൻ്റെ ഈ വാക്കുകൾ, ഉദ്ധിതനായ കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിക്കൊണ്ട്, എൻ്റെ പിതാവ് നിങ്ങളുടെ പിതാവാണ്, എൻ്റെ ദൈവം നിങ്ങളുടെ ദൈവമാണെന്ന് നമ്മെ അറിയിക്കുന്ന ഈ സദ്വാർത്ത, പരിശുദ്ധ റീത്തം എന്നുള്ള ഈ മഹാരഹസ്യം നമുക്ക് ഏറെ പ്രാധാന്യമുള്ളതായിരിക്കുന്നത്. ഏറെ എന്നല്ല, അതുമാത്രമാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോട് ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ വിശുദ്ധ ബലി ആരംഭിക്കുന്നത് ഈ വാക്കുകളോടെയാണ്, ഈ ആശംസയോടുകൂടിയാണ്. ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ വായന നമുക്കറിയാം, അതിൻ്റെ ഉറവിടം അതാണ്. കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അത് സമാപിക്കുമ്പോൾ അപ്പസ്തോലൻ നൽകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ആശംസയും നന്മയും ആശീർവാദവും പിതാവും പുത്രനുമായ പരിശുദ്ധാത്മാവുമായ ദൈവം നമ്മോടൊപ്പം വസിക്കുന്നുവെന്നതാണ്. ജീവൻ്റെ ഉറവയായ ദൈവം നമ്മോടുകൂടെയുണ്ട്. അവിടെ നിന്ന് നമുക്ക് വേണ്ടി അയച്ച രക്ഷകനായ കർത്താവ് നമ്മോടുകൂടെയുണ്ട്. ജീവൻ്റെ ഉറവയായ ദൈവവും രക്ഷകനായ കർത്താവും തൻ്റെ ശാശ്വത സാന്നിധ്യവും ശക്തിയുമായി നമ്മിൽ അഭിഷേചിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെയുണ്ട്. ഈ ത്രിത്വിക ദൈവം നമ്മിൽ അധിവസിച്ചുകൊണ്ട് നമ്മിൽ എന്നും നമ്മെ ജീവിപ്പിക്കുകയും എന്നും നമ്മെ വിശുദ്ധീകരിക്കുകയും എന്നും നമ്മെ നിത്യരക്ഷയിലേക്ക് കൈപിടിച്ച് ആനയിക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ഈ ദിവ്യരഹസ്യത്തെ ഒരിക്കൽ മാത്രമേ അതിൻ്റെ മുൻപിൽ നമുക്ക് ചെന്ന് നിൽക്കുവാനായിട്ട് സാധിക്കും. എല്ലാ ദിവസവും നമ്മൾ കുടികൊള്ളുന്ന ഒരു വാഹനത്തിലാണ് അതിൻ്റെ മോട്ടർ ഇരിക്കുന്നത്, നമുക്കറിയാമല്ലോ. നാം വിമാനത്തിൽ പറന്നാലും അതിൻ്റെ എഞ്ചിനുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതയാത്രയിലുടനീളം നിഗൂഢമായി നമ്മളോടൊപ്പം അധിവസിക്കുന്ന ഈ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മുമ്പിൽ ഒരുപക്ഷെ നമ്മളൊരിക്കൽ നിർനിമേഷരായി നമ്മുടെ ശ്രദ്ധ നൽകുന്നെന്ന് വരികിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വാക്കുകളായിട്ട് എനിക്ക് തോന്നുന്നത് 65-ാമത്തെ സങ്കീർത്തനമാണ്. അതിൻ്റെ ആരംഭ വാക്കുകൾ അതിൻ്റെ ഹെബ്രായ മൂലത്തിൽ, തർജ്ജമയിൽ പലപ്പോഴും അത് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാനത് ഹെബ്രായ മൂലത്തിലെന്ന് പറയുന്നത്. സിയോനിൽ വസിക്കുന്നവനെ നിൻ്റെ മുൻപിൽ ഞങ്ങളുടെ സ്തുതിയും ഞങ്ങളുടെ നിശബ്ദതയുമെന്നാണ്. നമുക്ക് വാക്കുകളുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാനാകും, സങ്കീർത്തനങ്ങളാൽ ആലപിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാനാകും. നമ്മുടെ ആരാധന എല്ലാത്തിലും നമ്മൾ ഈ സ്തുതിപ്പ് നിർവഹിക്കുന്നവരാണ്. പക്ഷേ ഈ ഉറവയുടെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ സ്തുതിപ്പുകൾ ഘനീഭവിച്ച് അത് ധ്യാനമായി നിശബ്ദതയായിട്ട് രൂപാന്തരപ്പെടും. അതാണ് ആ സങ്കീർത്തൻ പറയുന്നത്. ഞങ്ങളുടെ മുൻപിൽ ഞങ്ങളുടെ സ്തുതിയും ഞങ്ങളുടെ നിശബ്ദതയും. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മുൻപിൽ
ദൈവീയ രഹസ്യത്തിൻ്റെ ഈ ആരാധനയുടെ സമയത്ത് നമ്മിൽ ഉറവ് പൊട്ടുന്നതാണ്. ഒരേ സമയം സ്തുതിയും ഒരേ സമയം നിശബ്ദതയും. അങ്ങയുടെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നുവെന്ന് ഉദ്ഘോഷിക്കുന്ന കെറൂബുകളോടുകൂടെ, മാലാഖമാരോടുകൂടെ, വിശുദ്ധരോടുകൂടെ നമുക്ക് രക്ഷ നൽകുന്ന കുഞ്ഞാടിനെയും അതിനെ പ്രദാനം ചെയ്ത ദൈവപിതാവിനെയും ആ രക്ഷ നിരന്തരം നമ്മിലേക്ക് ചൊരിയുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് ഈ ദിവ്യരഹസ്യത്തിൽ ആരാധിക്കാം. ഞങ്ങളുടെ തിരുമുൻപാകെ ഞങ്ങളുടെ സ്തുതിയും ഞങ്ങളുടെ നിശബ്ദതയും.